ഉദയായിൽ ഒരു രസകരമായ ഇവരുടെ ഒരു ഇതുണ്ട്. അവിടെ പ്രേം നസീറിൻ്റെ വീടുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹത്തിന് മാത്രമേ കൊടുക്കുള്ളൂ. കമ്പോസിങ് സമയത്ത് ഇവർ ഉണ്ട്. 2 മുറിയുണ്ട്. അപ്പോൾ കുഞ്ചാക്കോ മുതലാളി വന്നിട്ട് രണ്ട് മുറി കൊടുത്തിട്ട് അന്ന് എഴുതി ട്യൂൺ ചെയ്യുന്ന കാലമാണല്ലോ. ഒരു മുറിയിൽ നിന്ന് എഴുതി അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഒരാളുണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അച്ഛന് പാട്ട് എഴുതി കഴിഞ്ഞാൽ കൊണ്ട് മാഷിന് കൊടുക്കും ആദ്യത്തെ പാട്ട്. അപ്പോൾ അതവിടെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പാട്ട് എഴുതും, അതുകൊണ്ട് കൊടുക്കും. 3ാമത്തെ പാട്ട് മറ്റേ അദ്ദേഹം കാണാൻ കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനി ഞാനിന്ന് എഴുതില്ല, ഞാൻ കഴിക്കാൻ പോകാമെന്ന്. അതാണ് തിരിച്ചു കൊണ്ട് അത് മാഷിക്ക് അറിയാതെ. അച്ഛൻ നേരെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ എഴുതാനാണ് ഉദ്ദേശം. ഒരാൾ കഴിയാണ് മറ്റേങ്ങനെ വഴി കൊടുത്തേക്കുന്നത് ഇനി ഇന്നില്ല പാട്ട്. അപ്പം മാഷ് ഇങ്ങോട്ടും വരില്ല, ബുദ്ധിമുട്ടിക്കില്ല. അങ്ങനെ ഒരു കഥ ഇവരുടെ ഞാൻ കേട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ വേറെ ഏതൊരു പാട്ടായിരിക്കും സാറിന് പെട്ടെന്ന് എടുത്ത് ഒന്ന് കേൾക്കാനൊരു കൊതി തോന്നുന്ന? ഒത്തിരി ഉണ്ട്, ഒന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ പിന്നെ ഇങ്ങനെ മരവിച്ചു എന്ന് കേട്ടൊരു പാട്ടുണ്ട്. സിനിമാ പാട്ടല്ല, പക്ഷേ ഇത് ദേവരാമാഷൻ ചെയ്താണ്, ഓന്യത എഴുതിയതാ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടും മരവിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഓണത്തിന്. അത് ഇവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ അവിടെ കരമന വെച്ചിട്ടാണ് പാട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഇത് മറ്റേ ഓണത്തിന് ഉള്ള പാട്ടാണ് എന്നോട് പറഞ്ഞു, പാട്ട് എഴുതിയെടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എഴുതി നോക്കിയപ്പോഴും ശ്രുതിതാഴ്ത്തി പാടുക പൊങ്ക് ഉച്ചത്തിൽ മിടിക്കല്ലേ അപ്പോൾ ചോദിച്ചു അർത്ഥം മനസ്സിലായി നിനക്ക്. അപ്പം ഞാൻ വേർന്ന് ചോദിച്ചു, ഉച്ചത്തിൽ ഈ എത്രയോ ദൂരം എന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായുള്ളവർക്കും താരാട്ടിൻ അനുയാത്ര നിദ്രതൻ പടി. ഇതിപ്പോൾ ഒരു കുട്ടിയെ ഉറക്കുന്നതോ ഭാര്യയെ ഉറക്കുന്നതോ രണ്ടും ആവല്ലോ. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ എടുത്തു മാഷ, നീ ആ ട്യൂൺ പഠിച്ച് നീ ഇത് പാടിയാൽ മതി. അപ്പം എൻ്റെ ശരത്തെ സാറ് പാടിത്തന്നു തരാൻ സാർ. എനിക്ക് പറയുമ്പോൾ കണ്ടെന്നറിയാം ഇത് എന്താണ് എക്സ്പ്രഷൻ, എങ്ങനെയാണ് പാടുന്നത്. വളരെ സിമ്പിളായിട്ടാണ് പാടുന്ന കാര്യം, അങ്ങനെ കാഷ്വലായിട്ട്. അതിൽ നിന്ന് എങ്ങനെയത് പാടിയത്, എന്താണ് അതിൻ്റെ. എനിക്ക് പേടി ശരിയാവില്ല, ഇത്രയും എക്സ്പ്രഷൻ വരില്ലേ. ഞാനിപ്പോഴും ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അവരുടെ സ്റ്റൈലിൽ പാടാൻ ശ്രമിക്കും ഞാൻ. അവരുടെ സ്റ്റൈലിൽ അവരുടെ അത്ര പാടാൻ കഴിയില്ല, അത് വേറെ കാര്യം. ഒരു 50% പാടാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ അത് പാട്ട് പാടിയെടുക്കുന്ന അദ്ദേഹം പാടിയ രീതി അപാരമാണ്, ഭയങ്കര. അത് റെക്കോർഡ് ചെയ്തു. ഞാൻ ടേപ്പ് റെക്കോർഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഞങ്ങൾ സാറ് എടുത്തോട്ട് റെക്കോർഡ് ചെയ്തിട്ട് എന്തിനാണ് അതല്ല നീ എടുത്തോ. പക്ഷെ ആ പുള്ളി പാടുന്ന രീതി കുറച്ച് ധ്യാനായിട്ട്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ നിലാവുകൾ കെടുത്തരുതേ, കണ്ണിലെ നിലാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കൊല്ലി നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കൊല്ലി നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ, താരാട്ടിനു യാത്ര നിദ്രതൻ പടിവരെ, താമര മലർമിഴി അടയും വരെ, താരാട്ടിനു യാത്ര നിദ്രതൻ പടിവരെ, താമര മലർമിഴി അടയും വരെ. ശ്രുതി താഴ്ത്തി പാടുക എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. പക്ഷേ ഇത് എനിക്ക് ഭാര്യയോട് പാടുന്നതായിട്ട് എനിക്കൊരു
പിന്നെ എത്രയോ ദൂരം എന്നോടൊപ്പം നടന്ന നടന്നു. അതാണ് അതെ അതാണ് നടന്ന പദപത്മങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് നടക്കാമല്ലോ. എന്നാലും അത്രയും നമ്മുടെ കൂടെ അല്ല, അവർ കുറച്ച് കഴിഞ്ഞ് പോകില്ല. ഇതങ്ങനെയല്ല ഇങ്ങനെ. ശരി ശരി, കവി പറഞ്ഞു ഞാൻ അയ്യോ അതുകൊണ്ടല്ലേ ഞാൻ സമ്മതിക്കണം. അതുകൊണ്ടല്ലേ ശരി പറഞ്ഞു.